ഹലോ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. മറ്റൊരു സൂപ്പർ ഹ്യൂമൻ എപ്പിസോഡിലേക്ക്, അതായത് എപ്പിസോഡ് നമ്പർ 2ലേക്ക് സ്വാഗതം. സൂപ്പർ ഹ്യൂമൻ ഫസ്റ്റ് എപ്പിസോഡ് ഫീച്ചറിങ് ഫീഡോർ എമിലിയാനൻകോ ദ ഫൈറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇതിൻ്റെ തൊട്ടുമുമ്പലത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് സൂപ്പർ ഹ്യൂമൻ വീഡിയോ ഫീച്ചർ ചെയ്യുന്നത് ക്വിൻറ്റൻ റാംപേജ് ജാക്സൺ എന്ന ഫൈറ്ററാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള റിക്കാർഡോ അറോണ. ഓക്കെ, അപ്പോൾ ഈ ഫൈറ്റും നമ്മുടെ ഫീഡോർ ഫൈറ്റ് പോലെ തന്നെ പ്രൈഡ് എറയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല, അവരെ പരിചയപ്പെടുത്തുവാണ് ദ പ്രൈഡ് എറ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് നിങ്ങളൊരു വലിയ UFC ഫാൻ ആണെങ്കിൽ, ഞാനൊരു UFC ഫാൻ തന്നെ, പക്ഷേ നിങ്ങളൊരു വലിയ UFC ഫാൻ ആണെങ്കിൽ പ്രൈഡ് FC കാണുമ്പോൾ സൂക്ഷിക്കുക. കാരണം പ്രൈഡ് FCയിൽ നിങ്ങൾ അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് UFC വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് പിന്നെ UFC ഇൻട്രസ്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. കാരണം അറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ UFC ഫുള്ള് ലീഗസിക്കാരാണ്. ഫൈറ്റിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, ഫാൻസിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അവരവരുടെ ലീഗസി, അവരുടെ ബെൽറ്റ്, അവരുടെ ഗ്രോത്ത്. പക്ഷേ പ്രൈഡ് എറ എന്ന് പറയുന്നത്, പ്രൈഡ് FC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിനായിരുന്നു ഇമ്പോർട്ടൻസ്. ദീസ് ഫൈറ്റേഴ്സ് വുഡ് ഡു എനിത്തിങ് ഫോർ ദ ഫാൻസ്. ഈ ഫാൻസിന് വേണ്ടി എന്തും ചെയ്യും. ഓക്കെ, ബട്ട് റിമെമ്പർ, നിങ്ങൾ സ്ക്രീനിൽ കണ്ട പോലെ ദീസ് ആർ ട്രെയിൻഡ് പ്രൊഫഷണൽ ഫൈറ്റേഴ്സ്. ഓക്കെ, അവരുടെ ജീവിതം ഫുൾ ട്രെയിനിങ് ചെയ്തിട്ടുള്ളതാണ്, ബോഡി കണ്ടീഷൻഡ് ആണ്, ഉരുക്കാണ്. സോ ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് ദം അറ്റ് ഹോം, സ്കൂൾ, എനിവെയർ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ, സൂപ്പർ ഹ്യൂമൻ വീഡിയോ, നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് ക്വിൻറ്റൻ റാംപേജ് ജാക്സൺ വേഴ്സസ് റിക്കാർഡോ അറോണ. ഓക്കെ, അപ്പോൾ ക്വിൻറ്റൻ റാംപേജ് അമേരിക്കക്കാരൻ, റിക്കാർഡോ അറോണ ബ്രസീലിയൻ. അപ്പോൾ ഫൈറ്റ് എപ്പോഴത്തെയും പോലെ തന്നെ അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈഡിൻ്റെ ഫസ്റ്റ് റൗണ്ട്, റൗണ്ട്സ് എല്ലാം 10 മിനിറ്റാണ്. അപ്പോൾ ഇവർ ഫൈറ്റ് തുടങ്ങുകയായി. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ക്വിൻറ്റൻ റാംപേജ് ജാക്സൺ, ഇപ്പോഴത്തെ പിള്ളേർ കാണുന്നത് ഒരു പോഡ്കാസ്റ്ററൊക്കെ ആയിട്ടായിരിക്കും റാംപേജ് ജാക്സനെ കാണുന്നത്, വളരെ സോഫ്റ്റായിട്ട്. അതിപ്പോൾ അങ്ങേർക്ക് പ്രായമായിട്ടാണ്. പഴയ റാംപേജ് ജാക്സനെ നിങ്ങൾക്ക് അറിയില്ല, വട്ടപ്പേര് കണ്ടു, റാംപേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ മതമിളകിയ ആന കാട്ടിക്കൂടി ഇങ്ങനെ ഇടിച്ച് വലിച്ചു കീറി പോകത്തില്ലേ, അതാണ് റാംപേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയിരുന്നു പഴയ റാംപേജ്, യങ് റാംപേജ് ജാക്സൺ. ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി പുള്ളിയുടെ ലീലാവിലാസങ്ങളൊക്കെ യൂട്യൂബിൽ, റാംപേജ് ജാക്സൻ്റെ. അപ്പോൾ ഇപ്പോഴത്തെ ജാക്സനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ റാംപേജിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നല്ല സ്ട്രൈക്കറാണ്. പിന്നെ പുള്ളി നല്ല റെസ്ലിംഗുമാണ്. റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഈ ടേക്ക് ഡൗൺ അതൊന്നുമല്ല, ടേക്ക് ഡൗൺ അല്ല പുള്ളിയുടെ ശൈലി. പുള്ളിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ എതിരാളി എടുത്ത് പൊക്കി അടിക്കുക, സ്ലാംസ് ആണ് പുള്ളിക്ക് ഇഷ്ടം. സ്ലാം, ഈ തുണിയെടുത്ത് അലക്കത്തില്ലേ, അതുപോലെ. അപ്പോൾ ഇതായിരുന്നു പുള്ളിയുടെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു അത്. റിക്കാർഡോ അറോണ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രൈക്കിംഗ്, പിന്നെ വേൾഡ് ക്ലാസ് ജുജിത്സു, നല്ല ജുജിത്സു ഗ്രൗണ്ട് ഗെയിം ഉണ്ട് പുള്ളിക്ക്. ഓക്കെ, ഇതായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. ഫൈറ്റ് തുടങ്ങി. റാംപേജ് ജാക്സൺ, റിക്കാർഡോ അറോണ. ഓക്കെ, ഗോയിങ് 1-on-1. അപ്പോൾ ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ സ്ട്രൈക്കിംഗ് നടക്കുന്നു. റിക്കാർഡോ അറോണ ഒരല്പം ബുദ്ധിമുട്ടി ജാക്സന്റെ സ്ട്രൈക്കിങ്ങിൽ. പക്ഷേ റിക്കാർഡോവിൻ്റെ ലെഗ് കിക്സ് ഒക്കെ ത്രോ ചെയ്യും, നല്ല ലെഗ് കിക്സ് കേട്ടോ. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ട് ജാക്സനോട്. പക്ഷേ ജാക്സൺ ഡസൻ കെയർ. ഫൈറ്റിന് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം റിക്കാർഡോവിന് തോന്നി എൻ്റെ ഗ്രൗണ്ട് ഗെയിം നല്ലതാണ്. സോ പുള്ളി ഉടനെ ഇരിക്കുന്നു, താഴെ ഗ്രൗണ്ടിൽ ഇരിക്കുന്നു. ഗാർഡ് പുള്ളി ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഇരിക്കുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ ക്ഷണിക്കുകയാണ്, ജാക്സനെ ക്ഷണിക്കുകയാണ്, വാ നമുക്ക് ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ജാക്സൺ സമ്മതിക്കത്തില്ലല്ലോ, ജാക്സണ് താല്പര്യമില്ല ഗ്രൗണ്ട് ഫൈറ്റിങ്. ജാക്സൺ സ്റ്റാൻഡപ്പ് ആൻഡ് ബാങ്ങറാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യും. അപ്പോൾ ജാക്സൺ ഇറിറ്റേഷൻ വരും, പുള്ളി താഴെ ഇരിക്കുന്നു, റെഫറി വീണ്ടും സ്റ്റാൻഡപ്പ് ചെയ്യുന്നു ഇങ്ങനെ. അപ്പോൾ വീണ്ടും റിക്കാർഡോ ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജാക്സൺ വിചാരിച്ചു, ശരി ഇനി ഒരു കാര്യം ചെയ്യാനിട്ട് താഴെ പോയി ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ചെയ്യാം. അവൻ സബ്മിഷൻസ്, കാരണം അത് ചെയ്യാത്ത എന്താണെന്നറിയോ, കാരണം ഇവർ ജുജിത്സു പ്ലെയേഴ്സ് സബ്മിഷന് ഒരു ത്രെറ്റ് ഉണ്ട്. അവരേതെങ്കിലും ലോക്കൊക്കെ പിടിക്കാനായിരിക്കും അത് ചെയ്യുന്നത്, ഒരു ട്രാപ്പാണ്. ക്വിൻറ്റൻ വിചാരിച്ചു ഇനി നോക്കിയിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോവുക, ലെറ്റ് us ഫേസ് ഇറ്റ് ആൻഡ് ലെറ്റ് us ഡു ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് എന്ന് പറഞ്ഞ് ജാക്സൺ ആ ഒരു ഗാർഡിലേക്ക് അങ്ങ് പോവാണ് മനഃപൂർവ്വം. ഭയന്ന പോലെ തന്നെ നടന്നു. റിക്കാർഡോ അറോണ ഒരു ട്രയാങ്കിൾ ചോക്കിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് സെറ്റായി, ആ ലോക്ക് സെറ്റായി. അപ്പോൾ കമൻറ്റേറ്റേഴ്സ് ലോകമെമ്പാടും ഇപ്പോൾ ചോക്ക് പിടിക്കും, ട്രയാങ്കിൾ ചോക്ക് പിടിക്കും, സെറ്റായി കഴിഞ്ഞാൽ ഉടനെ ജാക്സൺ ടാപ്പ് ഔട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ലോക്ക് നല്ലോണം സെറ്റായേ, അറിയാമല്ലോ നിങ്ങൾക്ക്. ട്രയാങ്കിൾ ചോക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മതി. അപ്പോൾ ലോക്ക് സെറ്റായ ഉടനെ പിന്നീടാണ് മനസ്സിലായത് അത് റിക്കാർഡോ അറോണയുടെ ട്രാപ്പ് അല്ലായിരുന്നു, അത് ക്വിൻറ്റൻ റാംപേജ് ജാക്സന്റെ ട്രാപ്പായിരുന്നു.
ഈ ലോക്ക് സെറ്റായ ഉടനെ അറിയാമല്ലോ, ജാക്സൺ ഒരു സ്ലാമറാണ്. ഒരു കമൻറ്റേറ്റർ പറയുകയും ചെയ്തു, സൂക്ഷിക്കണം, റിക്കാർഡോ അറോണ സൂക്ഷിക്കണം, കാരണം ജാക്സൺ എടുത്ത് പൊക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ട്രയാങ്കിൾ ചോക്ക് പിടിച്ചാലുടനെ ഒരു നിയമം നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു ഡീപ്പ് നിയമം. അതായത് ഈ ട്രയാങ്കിൾ ചോക്ക് പിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹബീബൊക്കെ ചെയ്യാറുണ്ട്, എതിരാളിയുടെ കാലിൻ്റെ ഒരു സൈഡും കൂടി ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ എതിരാളി എടുത്ത് പൊക്കാൻ ചാൻസ് ഉണ്ട്. റിക്കാർഡോ അറോണ അത് ശ്രദ്ധിച്ച് ഇല്ല, ഫൈറ്റല്ലേ, അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എന്തായാലും അത് ശ്രദ്ധിച്ചില്ല. നല്ലോണം ലോക്ക് സെറ്റായപ്പോഴത്തേനും ജാക്സണ് സുഖമായി. ജാക്സൺ എടുത്തങ്ങ് പൊക്കി കേട്ടോ. റിക്കാർഡോ അറോണനെ എടുത്ത് പൊക്കിയിട്ട് എഗൈൻ നമ്മുടെ ഫീഡോർ ഫൈറ്റ് പോലെ തന്നെ WWE മൂവ് എടുത്ത് പൊക്കിയില്ല. അണ്ടർടേക്കർ അടിക്കൂലേ, അണ്ടർടേക്കറും പറ്റിസ്റ്റ്, അതിന് WWE പവർ ബോംബ് എന്നാണ് പറയുക. അത് WWE ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇതിനകത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വേറെ സീനാണ് മോനെ. റിക്കാർഡോ അറോണനെ എടുത്തു പൊക്കി, ഇതേ ഈ ഹൈറ്റിൽ എടുത്തു പൊക്കി. ജാക്സൺ ഒരു 6 അടി പൊക്കമുണ്ട്, പൊക്കി ഒറ്റ അടി മോനെ. റിക്കാർഡോ അറോണേൻ്റെ നമ്മൾ വിചാരിച്ചു എഗൈൻ ഫീഡോ ഫൈറ്റ് പോലെ, ഞാൻ വിചാരിച്ച് കാറ്റ് പോയെന്ന് വിചാരിച്ചു. നോക്കൗട്ടായി, കളി തീർന്നു, ജാക്സൺ ജയിച്ചു. ജാക്സൺ ആ ഫൈറ്റോട് കൂടി തന്നെ ജപ്പാനിൽ സൂപ്പർ സ്റ്റാറായി, മനസ്സിലായില്ലേ. ജപ്പാൻ കാണികൾ ഒരു പ്രത്യേകതരം നല്ലൊരു ക്ലാസിക് ഫാൻസാണ് അവർ. ജാക്സൺ തന്നെ പിന്നെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു, പോപ്പുലാരിറ്റി ഇത്രയും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ യക്കൂസ ഗ്യാങ് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ എമ്പുരാനിലൊക്കെ കേട്ടിട്ടുണ്ടോ, യക്കൂസ ഗ്യാങ് ജാക്സനെ കോൺടാക്ട് ചെയ്തു എന്നൊക്കെയാണ് ജാക്സൺ പറയുന്നത്, അവരുടെ അപ്രിസിയേഷൻ അറിയിക്കാനായിട്ട്. അപ്പോൾ ആ രീതി പവർ ബോംബായിരുന്നു അത്. അതുപോലൊരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും, നമ്മളത് പ്രൈഡിൽ ഞാൻ ആ സമയത്ത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഞെട്ടിത്തരിച്ചു പോവും, ആ രീതിയിലുള്ള ഇത്. ഇനിയും നമുക്ക് റിക്കാർഡോ അറോണയെ അങ്ങനെ താഴ്ത്തി കിട്ടാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾക്കാർക്കെങ്കിലും, എനിക്കോ നിങ്ങൾക്കോ ആണ് ഇങ്ങനെ ഒരു പവർ ബോംബ് കിട്ടുന്നെങ്കിൽ പിന്നെ നമ്മൾ ഫൈറ്റിംഗ് എന്നല്ല, പിന്നെ നമ്മൾ സ്പോർട്സിന് പോലും പോകത്തില്ല, ചിന്തിക്കുക പോലും ഇല്ല, നമ്മൾ റിട്ടയർ ആവും. നമ്മൾ വീട്ടുകാരൊക്കെ പറയും, അയ്യോ പോലെ എന്നൊക്കെ പറയും. റിക്കാർഡോ അറോണ നിങ്ങൾ വിശ്വസിക്കത്തില്ല, വെറും 3-4 മാസം കൊണ്ട് അടുത്ത ഫൈറ്റ് എടുത്തു. പിന്നെ കുറേ വർഷങ്ങൾ പിന്നീട് അദ്ദേഹം ഫൈറ്റ് ചെയ്തു. ആ പവർ ബോംബ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് എണ്ണീറ്റ് നടക്കാൻ പറ്റുമെന്നുള്ള ഇതാണ്. പലരും വിചാരിക്കും ഇതെന്ന് പറഞ്ഞാൽ മെത്തയല്ലേ, പുൽമെത്തയല്ലേ, അല്ലെ സോഫ്റ്റ് ആണോ എന്നൊക്കെ. അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് കേട്ടോ. അങ്ങനെ മെത്തയിലൊന്നും കയറി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം ഹാർഡുമാണ്, എന്നാൽ സോഫ്റ്റുമാണ്. അതിലോട്ടാണ് അത് വന്നിരിക്കുന്നത്. നല്ല എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ റിക്കാർഡോ അറോണ അഗൈൻ ആസ് ഐ സെഡ്, ദീസ് ആർ ഓൾ ട്രെയിൻഡ് സൂപ്പർ ഹ്യൂമൻസ്. ജീവിതം ഫുൾ അവർ ട്രെയിൻ ചെയ്ത് സൂപ്പർ ഹ്യൂമൻസ് പോലെ ആയിരിക്കുകയാണ്. വെറും 3-4 മാസം കൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, അടുത്ത ഫൈറ്റ് എടുത്തു. പിന്നെയും കുറേ വർഷങ്ങൾ ഫൈറ്റ് ചെയ്തു. ഇപ്പോൾ രണ്ടുപേർക്കും ഏജായി, രണ്ടുപേരും ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. റിക്കാർഡോ അറോണയ്ക്ക് അടുത്തിടെ ബെലാറ്റോർ സമീപിച്ചിരുന്നു ഫൈറ്റ് ചെയ്യണത്. അപ്പോൾ അറോണ പറഞ്ഞു, ഞാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ ജാക്സൺ റിട്ടയർഡായി, പുള്ളിയുടെ മകനൊക്കെ എനിക്കൊന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ജാക്സൺ ഇപ്പോൾ ഫുള്ളി പോഡ്കാസ്റ്റിലൊക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു ആ സൂപ്പർ ഹ്യൂമൻ ചരിത്രത്തിൻ്റെ ഇതളുകളിൽ നിന്ന് നമ്മൾ ഓരോ ഫൈറ്റിങ്ങിനെ അടർത്തിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ ഹ്യൂമൻ. അപ്പോൾ ഈ ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ പോയി കാണുക, ഞെട്ടിത്തെരിക്കുക, ഇങ്ങനെ കണ്ണു തുറന്ന് നിങ്ങൾ ഇരുന്നു പോകും. ഫീഡോർ റാൻഡിൽമാൻ ഫൈറ്റിനെക്കാട്ടിലും വലിയ സ്ലാമായിരുന്നു. കാരണം മറ്റേന്ന് പറഞ്ഞാൽ റാൻഡിൽമാൻ ഫീഡോറിനെ എടുത്ത് പൊക്കി അങ്ങ് അടിക്കുന്നു, ഈ പവറില്ല എന്നല്ല, പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്, പവറിലൂടെ അടിക്കുന്നത്, ഈ തുണിയെടുത്ത് അലക്കണ പോലെ. അപ്പോൾ മറ്റൊരു സൂപ്പർ ഹ്യൂമൻ എപ്പിസോഡ്, അതായത് 3rd എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.